ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 745. സൂറത്തുൽ മുഅ്മിനൂൻ ആയത്തുകൾ 62 മുതൽ 77 വരെ, പേജ് നമ്പർ 1204. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ ഹത്താ ഇദാ അഖദ്നാ മുത്റഫീഹിം ബിൽ അദാബി ഇദാ ഹും യജ്അറൂൻ ലാ തജ്അറൂൽ യൗം ഇന്നകും മിന്നാ ലാ തുൻസറൂൻ قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون أفلم يدبروا القول أم جاءهم ما لم يأت آباءهم الأولين أم لم يعرفوا رسولهم فهم له منكرون أم يقولون به جنة بل جاءهم بالحق وأكثرهم للحق كارهون ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون أم تسألهم خرجا فخراج ربك خير وهو خير الرازقين وإنك لتدعوهم إلى صراط مستقيم وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون ولو رحمناهم وكشفنا ما بهم من ضر للجوا في طغيانهم يعمهون ولقد أخذناهم بالعذاب فما استكانوا لربهم وما يتضرعون حتى إذا فتحنا عليهم بابا ذا عذاب شديد إذا هم فيه مبلسون. സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് 62. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. യാതൊരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നാം ശാസിക്കുകയില്ല. വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. സത്യം വിളിച്ചു പറയുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ പക്കലുണ്ട്. മനുഷ്യരുടെ പുണ്യപാപങ്ങൾ എഴുതി വെക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണിത്. വഹും ലാ യുദ്ലമൂൻ. അവർ അനീതി ചെയ്യപ്പെടുകയില്ല. അവർ ചെയ്യാത്ത കുറ്റം അവരിൽ ചുമത്തുകയോ ചെയ്ത പുണ്യത്തിന് പ്രതിഫലം കുറച്ചു കളയുകയോ ഇല്ല. ആയത്ത് 63. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഈ വിഷയത്തെപ്പറ്റി അശ്രദ്ധയിലാകുന്നു. വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക്. അവർക്ക് അത് കൂടാതെയുള്ള ചില പ്രവൃത്തികളാണുള്ളത്. ഹും ലഹാ ആമിലൂൻ. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കാൻ പ്രയാസമേറിയ കാര്യങ്ങളൊന്നും അള്ളാഹു അവരോട് ശാസിക്കുന്നില്ല. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഓരോ പ്രവർത്തനങ്ങളിലാണ് നിഷേധികൾ. പ്രവാചകനെ പരിഹസിക്കുക, ഖുർആനെ അധിക്ഷേപിക്കുക, വിശ്വാസികളെ മർദ്ദിക്കുക ഇത്യാദി അക്രമങ്ങളിലാണ് അവർ. എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആയത്ത് 64. ഹത്താ ഇദാ അഖദ്നാ മുത്റഫീഹിം ബിൽ അദാബി ഇദാ ഹും യജ്അറൂൻ. അങ്ങനെ അവരിലുള്ള സുഖലോലുപന്മാരെ ശിക്ഷയുമായി നാം പിടികൂടുമ്പോൾ അവരതാ വിലപിക്കുന്നു. ആയത്ത് 65. ലാ തജ്അറുൽ യൗം. ഇന്ന് നിങ്ങൾ വിലപിക്കേണ്ട. ഇന്നകും മിന്നാ ലാ തുൻസറൂൻ. തീർച്ചയായും
നിങ്ങൾക്ക് നമ്മളിൽ നിന്ന് സഹായം നൽകപ്പെടുകയില്ല. ആയത്ത് 66. ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. ഫകുന്തും അലാ അഅഖാബിക്കും തൻകിസൂൻ, അപ്പോൾ നിങ്ങൾ പുറംതിരിഞ്ഞ് മാറിപ്പോകുന്നവരായിരുന്നു. ആയത്ത് 67. മുസ്തക്ബിരീന ബിഹ്, അതിനെപ്പറ്റി അഹങ്കാരം നടിച്ചുകൊണ്ട് സാമിറുൻ തഹ്ജുറൂൻ, രാക്കഥയെന്നോണം നിങ്ങൾ അസഭ്യം പുലമ്പിക്കൊണ്ടിരുന്നു. പേജ് നമ്പർ 1205. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ അവിശ്വാസികൾ അതൊട്ടും ശ്രദ്ധിക്കാതെ പുച്ഛിച്ചു തള്ളുകയും അഹങ്കാരം നടിക്കുകയും രാക്കഥ പറഞ്ഞ് സമയം കളയുകയും ചെയ്തിരുന്നു. അഹങ്കാരം നടിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധ ഗേഹത്തെ സംബന്ധിച്ച് അതിൻ്റെ പരിചാരകന്മാരും അവകാശികളും തങ്ങളാണെന്നും അതുകൊണ്ട് വേറെ ആർക്കും തങ്ങളുടെ മേൽ യാതൊരു മികവും വകവെച്ചു കൊടുക്കാൻ തങ്ങൾ ഒരുക്കമില്ല എന്നും അവർ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് വിശുദ്ധ ഭവനത്തിന്മേൽ യാതൊരു അവകാശവുമില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അവകാശമുള്ളൂ. കഅബയുടെ ചുറ്റും വളഞ്ഞിരുന്ന് മദ്യപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും കുറിച്ച് പല അസംബന്ധങ്ങളും അവർ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയാണ് അവസാനം പറഞ്ഞത്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 746, സൂറത്ത് അൽ മുഅ്മിനൂൻ, ആയത്ത് 68, പേജ് നമ്പർ 1205. അഫലം യദ്ദബ്ബറുൽ ഖൗല, അപ്പോൾ അവർ ആ വാക്ക് അഥവാ ഖുർആനെ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അം ജാഅഹും മാ ലം യഅതി ആബാഅഹുൽ അവ്വലീൻ, അഥവാ അവരുടെ പൂർവ്വപിതാക്കൾക്ക് യാതൊരറിവും ലഭിക്കാത്ത സംഗതി അവർക്ക് വന്നെത്തിയോ? ഈ പരിശുദ്ധ ഖുർആൻ അവർ ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിശ്ചയമായും അവർ വിശ്വസിക്കേണ്ടതായിരുന്നു. അഥവാ മുമ്പാർക്കും അറിയാത്ത കാര്യമാണോ നബിയെ അയക്കുകയും കിതാബ് ഇറക്കുകയും ചെയ്യൽ? ഇതിപ്പോൾ പുതുതായി തുടങ്ങിയതല്ല. പ്രവാചകന്മാരെ അയക്കലും വേദം അവതരിപ്പിക്കലും അവർക്ക് അപരിചിതമായ കാര്യങ്ങളല്ലായിരുന്നു. പിന്നെ ഇവർ ഇങ്ങനെ തള്ളിക്കളയാൻ കാരണമെന്ത്? ആയത്ത് 69. അം ലം യഅരിഫു റസൂലഹും, അഥവാ അവർ അവരുടെ റസൂലിനെ പരിചയിച്ചിട്ടില്ലേ? ഫഹും ലഹു മുൻകിറൂൻ, അങ്ങനെ അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നവരാണ്. അവർക്ക് തീരെ പരിചയമില്ലാത്ത ആളല്ലല്ലോ ഇത്. അവരുടെ കൂടെ ജീവിച്ച് വളർന്നു, യാതൊന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല. എല്ലാ നല്ല കാര്യങ്ങളിലും എല്ലാവരുടെയും മുമ്പിൽ, എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും ബഹുദൂരെ, സ്വഭാവ ഗുണം കൊണ്ടും പരോപകാരം കൊണ്ടും മുന്നിൽ, സർവ്വ കുഴപ്പങ്ങളിലും ന്യായമായി വിധി പറഞ്ഞ് മധ്യസ്ഥം വഹിക്കലും ഒക്കെയായ നിലയിൽ വിശ്വസ്തൻ എന്നർത്ഥം കുറിക്കുന്ന അൽ അമീൻ എന്നാണ് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പല സാധനങ്ങളും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വക്കലായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അത്തരത്തിലൊക്കെ ബോധ്യവും വിശ്വാസവും അംഗീകാരവുമുള്ള അദ്ദേഹം ഈ പറയുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാൻ പോലും അവർ തയ്യാറാകാത്തത് കടുത്ത ധിക്കാരമാണ് അവരുടെ നിഷേധത്തിന് കാരണം. അവർക്ക് നല്ല പരിചയമില്ലാത്തത് കൊണ്ട് നിഷേധിച്ചതല്ല, അറിഞ്ഞും കൊണ്ട് മനഃപൂർവ്വം നിഷേധിച്ചതാണ്. ആയത്ത് 70. അം യഖൂലൂന ബിഹി ജിന്ന, അഥവാ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്ന് അവർ വാദിക്കുകയാണോ? ഇത് അവർ പലപ്പോഴും പറഞ്ഞ വിഷയമാണ്. ബൽ ജാഅഹും ബിൽ ഹഖ്, എന്നാൽ അദ്ദേഹം അവരുടെ അടുക്കൽ സത്യസന്ദേശവുമായി വന്നു. പേജ് നമ്പർ 1206. ഭ്രാന്താണെങ്കിൽ ഒരു ഉറച്ച നിലപാട് ഉണ്ടാവുകയില്ലല്ലോ. വായിൽ തോന്നിയതൊക്കെ പറയും, കേവലം നിരർത്ഥകമായത് പറയും. ഇദ്ദേഹമാണെങ്കിൽ വളരെ സ്ഥിരപ്പെട്ട വിഷയം മാത്രമേ പറയുന്നുള്ളൂ. സത്യം എന്ന് അർത്ഥം പറയുന്ന ഹഖ് എന്ന അറബി പദത്തിൻ്റെ ശരിയായ ആശയം ഒരിക്കലും ഇളകിയാടാത്ത ഉറച്ച വിഷയം എന്നാണ്. ഇദ്ദേഹം പറഞ്ഞത് മുഴുവനും അങ്ങനെയുള്ളതാണ്. വഅക്തറുഹും ലിൽ ഹഖ് കാരിഹൂൻ, അവരിൽ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരാകുന്നു. അതാണ് സർവ്വ കുഴപ്പത്തിനും കാരണം. സത്യം അറിയണമെന്നില്ല, വല്ലതും അറിഞ്ഞാൽ കൈക്കൊള്ളുകയുമില്ല. ആയത്ത് 71. സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നെങ്കിൽ ആകാശങ്ങളും ഭൂമിയും
അവയുള്ളവരുമെല്ലാം കുഴപ്പത്തിലാകുമായിരുന്നു. അവരുടെ തന്നിഷ്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിയമം വന്നിരുന്നില്ലെങ്കിൽ ഭൂലോകവും ആകാശലോകവും അവയിലുള്ളവരുമെല്ലാം മഹാകുഴപ്പത്തിലകപ്പെടും. ഏറ്റവും മുഖ്യമായി അവരുടെ ഇഷ്ടം വിഗ്രഹാരാധനയാണല്ലോ. അതിന് അംഗീകാരം കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ അവരുടെ മറ്റു ആഗ്രഹങ്ങൾ നീതിക്കും ന്യായത്തിനും ഒരിക്കലും യോജിക്കാത്തവയാണ്. മദ്യപാനം, വ്യഭിചാരം, മോഷണം, കവർച്ച, നിസ്സാര കാര്യത്തിന് യുദ്ധം, ഇങ്ങനെ പലതും അവരാഗ്രഹിക്കുന്നു. ഇതൊക്കെ അനുവദിച്ചു കൊടുത്താൽ പിന്നെ സ്ഥിതി എന്തായിരിക്കും? വ്യാപകമായ നാശം തന്നെ. ഇവിടെ പറഞ്ഞ സത്യം പ്രകൃതി നിയമമാണെന്ന് CN വാദിക്കുന്നു. അത് ശരിയല്ല. മതനിയമം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മുൻ ആയത്തിൽ 2 തവണ പറഞ്ഞ സത്യം അത് തന്നെ. ബൽ അതൈനാഹും ബിദിക്രിഹിം, എന്നാൽ അവർക്കുള്ള ഉത്ബോധനവുമായി നാം അവരുടെ അടുക്കൽ ചെന്നു. ഫഹും അൻ ദിക്രിഹിം മുരിദൂൻ, അപ്പോൾ അവർ അവരുടെ ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാകുന്നു. എന്ത് ഉത്ബോധനം നൽകിയാലും എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും എന്താണ് ഈ പറയുന്നതെന്ന് കേൾക്കാൻ തയ്യാറാകാതെ കണ്ണടച്ച് തള്ളിക്കളയുന്ന സ്വഭാവക്കാരാണ് അവർ. അങ്ങനെയുള്ളവരെ പറ്റി എന്ത് ചെയ്യും? നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. അള്ളാഹു അതിന് കഴിവുള്ളവനാണെങ്കിലും അത് ചെയ്യുകയില്ല. നമുക്ക് ചിലരെ പറ്റി അങ്ങനെ ആഗ്രഹം തോന്നും. അബൂ ത്വാലിബിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് ആഗ്രഹിച്ചത്? നടക്കുകയില്ല. ഉത്ബോധനം എന്ന് അർത്ഥം പറഞ്ഞിടത്ത് CN മൗലവി ചരിത്രം എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നു. ഈ വചനം നിരർത്ഥകമാക്കി കളയുന്ന പരിഭാഷയാണിത്. അഥവാ നീ അവരോട് പ്രതിഫലം ചോദിക്കുകയാണോ? ഫഖറാജു റബ്ബിക ഖൈർ, എന്നാൽ നിന്റെ റബ്ബിന്റെ പ്രതിഫലം ഏറ്റവും ഉത്തമമാകുന്നു. പേജ് നമ്പർ 1207. ഈ പ്രബോധന കർമ്മത്തിന് അവരിൽ നിന്ന് ഭൗതികമായ ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. അവർ സന്മാർഗത്തിലെത്തണമെന്നും അങ്ങനെ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ആഗ്രഹമുണ്ട്. പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ. അത് ഏറ്റവും മഹത്തായ പ്രതിഫലവും അത്രേ. വഹുവ ഖൈറുർ റാസിഖീൻ, ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണവൻ. അവരെപ്പോലെ കൊടുക്കാൻ കഴിവുള്ളവർ ആരുമില്ല. ആയത്ത് 73. വഇന്നക ലതദഉഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയമായും അവരെ ചൊവ്വായ മാർഗത്തിലേക്കാണല്ലോ നീ ക്ഷണിക്കുന്നത്. ആയത്ത് 74. വഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, നിശ്ചയമായും പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർ നേർവഴിയെ വിട്ട് തെറ്റിപ്പോകുന്നവരാകുന്നു. മരണശേഷം 2ാം ജീവിതമുണ്ടെന്നും ആ പരലോകത്ത് സ്വർഗവും നരകവും ഉണ്ടെന്നും പുണ്യവാന്മാർക്ക് സ്വർഗം, അക്രമികൾക്ക് നരകം എന്നുമൊക്കെയുള്ള വിശ്വാസം എല്ലാ നന്മക്കും അടിസ്ഥാനമാകുന്നു. ആ വിശ്വാസം ഇല്ലാതെ പോയാൽ പിന്നെ ഒരു വിധത്തിലും നേരെയാവുകയില്ല. ആയത്ത് 75. വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, നാം അവർക്ക് കാരുണ്യം നൽകുകയും അവരിലുള്ള ദുരിതം നീക്കിക്കളയുകയും ചെയ്തിരുന്നുവെങ്കിൽ ലലജ്ജൂ ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവർ അവരുടെ അതിക്രമത്തിൽ വിഹരിക്കുന്ന അവസ്ഥയിൽ ഷഠിച്ചു നിൽക്കുന്നവരും ആകുമായിരുന്നു. നമ്മൾ പരീക്ഷണാർത്ഥം അവർക്ക് കാരുണ്യം നൽകുകയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം ഒഴിവാക്കുകയും ചെയ്താൽ അത് നമ്മുടെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി വിനയം കാണിക്കുകയില്ല. അവരുടെ ധിക്കാരത്തിൽ തന്നെ മൂടുറക്കും. ഇവിടെ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള യോദ്ധാക്കളുടെ ഒരു സംഘം യമാമയിലെ നേതാവായ സുമാമത്ത് ബിൻ അസാലിനെ ബന്ധനസ്ഥനാക്കി മദീനയിൽ കൊണ്ടുവന്നു. പ്രവാചകൻ അദ്ദേഹത്തെ പള്ളിയിലാണ് തടവിലാക്കി വെച്ചത്. 3 ദിവസം ഇസ്ലാമും മുസ്ലിങ്ങളുമായുള്ള പരിചയവും ബന്ധവും അദ്ദേഹത്തെ ഒന്നാകെ മാറ്റി. സുമാമ മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് പോയി. ഖുറൈശികൾ അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൽ കഠിനമായി ഉറപ്പ് പ്രകടിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ അനുവാദമില്ലാതെ യമാമയിൽ നിന്ന് ഒരൊറ്റ മണി ധാന്യം ഇനി നിങ്ങൾക്ക് വരികയില്ല. യമാമയിൽ നിന്നായിരുന്നു മക്കയിലേക്ക് ധാന്യം ഇറക്കുമതി പ്രധാനമായും ഉണ്ടായിരുന്നത്. സുമാമ അത് നിർത്തലാക്കി. അതോടെ മക്കക്കാർ വല്ലാതെ വിഷമിച്ചു, പട്ടിണിയിലായി. പട്ടിണിക്കാലത്ത് രോമവും രക്തവും ചേർത്തുണ്ടാക്കുന്ന ഇൽഹിസ് എന്ന സാധനം പോലും തിന്നേണ്ടി വന്നു അവർക്ക്. ഗത്യന്തരമില്ലാതെ ഖുറൈശികൾ പ്രവാചകനെ സമീപിച്ചു. അവർ അവരാധി ബോധിപ്പിച്ചു. മുഹമ്മദെ, ലോകർക്ക് കാരുണ്യമായിട്ടാണ് നീ അയക്കപ്പെട്ടതെന്നാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ പിതാക്കളെ നീ ബദറിൽ വെച്ച് വാളിനിരയാക്കി. ഇനി ഞങ്ങളുടെ മക്കളെ പട്ടിണിയിട്ട് കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? കുടുംബ ബന്ധം പാലിക്കണമെന്ന് നീ പറയാറുണ്ടല്ലോ.
ഇത് ബന്ധം മുറിക്കലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ തൻ്റെ നാട്ടുകാർക്ക് ഭക്ഷണം വിട്ടുകൊടുക്കുക എന്ന് സുമാമ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. അതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പേജ് നമ്പർ 1208, ആയത്ത് 76. വലഖദ് അഖദ്നാഹും ബിൽ അദാബി, നിശ്ചയമായും അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട്. ഫമസ്തകാനൂ ലിറബ്ബിഹിം, അപ്പോൾ അവരുടെ റബ്ബിനോട് അവർ വിനയപ്പെട്ടില്ല. വമാ യതദറഊൻ, അവർ താഴ്മ കാണിക്കുന്നുമില്ല. രക്ഷ നൽകിയാലും ശിക്ഷ നൽകിയാലും അവരിൽ യാതൊരു മാറ്റവും വരുന്നില്ല. അവരുടെ ധിക്കാരവും നന്ദികേടും വർദ്ധിക്കുകയേയുള്ളൂ. ഇവിടെ ശിക്ഷയേൽപ്പിച്ചു എന്ന് പറഞ്ഞത് മുകളിൽ ഉദ്ധരിച്ച സംഭവമാണെന്നും ബദറിൽ 70 ഖുറൈശി പ്രമുഖർ വധിക്കപ്പെട്ടതിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നും അഭിപ്രായങ്ങളുണ്ട്. ആയത്ത് 77. അങ്ങനെ കഠിന ശിക്ഷയുള്ള ഒരു വാതിൽ നാം അവർക്ക് തുറന്നു കൊടുത്തപ്പോൾ ഇദാഹും ഫീഹി മുബ്ലിസൂൻ, അപ്പോൾ അവർ അതിൽ ആശയറ്റവരായിത്തീരുന്നു. നരകശിക്ഷയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്.